മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് അത് കുറച്ച് റിസ്ക് അല്ലേ എന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സ്പെസിഫിക് സീൻ വരുമ്പോൾ. അതായത് ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ ഷക്കീല ബി ഗ്രേഡ് സിനിമകൾ ഉണ്ടാക്കിയ ഒരു ഓളം നമുക്കറിയാം. അതെ. അതിന് ഉണ്ടായ ഒരു ഫാൻ ഫോളോയിങ്, അല്ലെങ്കിൽ എന്ത് രീതിയിലാണ് അതിനൊരു പ്രസിദ്ധി ഉണ്ടായത്, ആളുകളിലേക്ക് എത്തിയതെന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ ഒരു ഷക്കീല ആരാധകനാക്കി പ്രസന്റ് ചെയ്യാം, അത് കുറച്ച് റിസ്ക് അല്ലേ ശരിക്കും? കാരണം മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനെ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ അതെ. അതിലൊരു ഈ തലക്ക് പ്രശ്നമില്ലേ? തല എന്ന് പറയുന്ന കഥ അവിടെ മോഹൻലാലിനെ അല്ല കണ്ടത്. ആ ആ അവിടെ എന്ന് പറഞ്ഞാല് ക്യാരക്ടർ എന്ന് പറഞ്ഞാല് മോഹൻലാലിന്റെ ലാലേട്ടന്റെ ഇമേജ് മാറ്റി നിർത്തിയിട്ട് ആ ക്യാരക്ടർ ചിന്തിച്ചു കഴിഞ്ഞാല് ആ ആ ക്യാരക്ടർ ചിലപ്പോൾ ഫാനാകാം, ആ ആ സിദ്ദിഖ് ഫാനാകാം, ഈ പടക്കം ബഷീർ ഫാനാകാം. അവരുടെ ഒരു കൾച്ചറും ആ സ്വഭാവത്തിൽ നിൽക്കുന്ന കഥാപാത്രമാണ്. ആ ആ അവിടെ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു കഥാപാത്രമാണെങ്കിൽ അത് നെഗറ്റീവ് അടിക്കും. അല്ല, ഇത് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടുന്ന അങ്ങനൊരു അത് ആദ്യം കിട്ടുന്നത് ഷൂട്ടിങ്ങിന് വരുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി അവിടെ ഉണ്ടല്ല, കൊച്ചിയിലുണ്ട്. കൊച്ചിയിലുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഉണ്ട്. ഞങ്ങൾ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ അവിടെയുള്ള മട്ടാഞ്ചേരിയിലുള്ള കുറച്ച് പിള്ളേര് വന്നിട്ട് നമ്മൾ ലൊക്കേഷൻ മാനേജരാക്കി. അപ്പൊ ഇവര് ചെന്നിട്ട് ലൊക്കേഷനൊക്കെ ശരിയാക്കി തരും. അവിടെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ അല്ലാണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ അവിടെയുള്ളവരൊക്കെ വന്ന് ലോക്കൽ സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അവരെ തന്നെ ഞങ്ങള് പ്രൊഡക്ഷന്റെ അവിടുത്തെ ലൊക്കേഷൻ മാനേജറാക്കി അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ ഇവര് നോക്കിക്കോളല്ല. അപ്പൊ അങ്ങനെ ഷൂട്ടിങ്ങിന് ഇങ്ങനെ സപ്പോർട്ട് വേണം. അപ്പൊ ഒരു ഷൂട്ടിംഗ് സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ച് ഇതുപോലെ തന്നെ ഇവർക്കൊരു കൊട്ടേഷൻ കിട്ടുന്നത് ഇങ്ങനെ ഒരു ഷൂട്ടിങ് വരുന്നു, അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ പിന്നെ ഈ സിനിമാ നടന്മാരുടെ വന്ന് ഫോട്ടോ എടുക്കലൊക്കെ നമ്മൾ ചോട്ടാ മുംബൈയിൽ അനുഭവിച്ചാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? ചോട്ടാ മുംബൈ റീൽ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പലരും വന്ന് ഫോട്ടോ എടുക്കലും ലാലേട്ടൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു, അപ്പൊ നിന്ന് കൊടുക്കും. അത് കേൾക്കണം. പക്ഷെ നമ്മൾ അതിന്റെ എക്സാഗ്രേഷനാണ് ഇതിൻ്റെ അത് കാണിച്ചത്. അവിടെ അവരുടെ ശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാശ് മേടിച്ചിട്ട് ഫോട്ടോ എടുക്കലോ മറ്റേ പടക്കം ബഷീർ ചെയ്തോലൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അതൊക്കെ അതിന്റെ മറ്റൊരു വേർഷനായിട്ടാണ് നമ്മൾ. അപ്പൊ പിന്നെ ഏത് ഷൂട്ടിങ് കൊണ്ടുവരണം. ഇപ്പൊ നമ്മൾ ഒരു പ്രധാനപ്പെട്ട നടന്റെ വന്നു കഴിഞ്ഞാൽ അതിലൊരു ഫണ്ട് എന്ത് കൊണ്ടുവരും എന്ന് ചിന്തിച്ച് അങ്ങനെ ഷൂട്ടിങ്ങിന് കൊണ്ടുവരുമ്പോൾ ഫണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഷക്കീലയുടെ പടം ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊരു ഹ്യൂമർ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഡയറക്ടറെ കൊണ്ടുവന്ന് ആ നാടകത്തിലുള്ളതാണ്, അത് എന്റെ നാടകത്തിലുണ്ടായിരുന്ന ആളാണ് നമസ്കാരം. അപ്പൊ ഇങ്ങനെ വെട്ടിക്കളയത് എന്താ വെട്ടിക്കളയത് ഷോട്ടാ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ബേസ് കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഫണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ വേറെ ഒരു സീരിയസ് കഥാപാത്രത്തിനെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത്രയും കിട്ടില്ല. അവിടെ ഒരു എന്തെങ്കിലും ആക്ഷനിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ. ഇതല്ല, നമുക്ക് ഫണ്ണാണ് വേണ്ടത്. അന്നെന്ന് പറഞ്ഞാൽ ഷക്കീല തരംഗം ഉള്ളത് കൊണ്ട് ഷക്കീലിനെ കുടുംബ പ്രേക്ഷകർ കണ്ടിട്ടില്ല. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് അങ്ങനെയുള്ള ചിത്രങ്ങൾ പോയി കാണാൻ പറ്റില്ല എന്തായാലും. അപ്പൊ കുടുംബ പ്രേക്ഷകർക്ക് ഒന്ന് കാണാനും പറ്റും, അവരെ നല്ല രീതിയിൽ അവതരിപ്പിക്കാനും പറ്റും. അവര് അവരുടേതായ ജോലി ചെയ്യുന്നു, അത്തരം പടങ്ങൾ അഭിനയിക്കുന്നു എന്നല്ലാതെ അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അപ്പൊ അവര് നല്ല വൃത്തിയിൽ ഒന്ന് പ്രസന്റ് ചെയ്യുക. അപ്പൊ എന്ന് പറഞ്ഞാല് അത് പ്രതീക്ഷിച്ചല്ല നമ്മുടെ ആൾക്കാർ വരുന്നത്. അപ്പൊ അവിടെ ഒരു ഫണ്ട് കിട്ടും. ജഗതി ചേട്ടനൊക്കെ അപ്പം തന്നെ വെറുതെ സമയം കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് പോകുന്നു ഇവരുടെ. അപ്പൊ ഹ്യൂമറിന് വേണ്ടിയിട്ട് ഏത് ബേസ് പിടിക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നാണ് അതൊക്കെ വന്നത്. അല്ലാതെ ഷക്കീലനെ കൊണ്ടുവന്നിട്ട് നമുക്കൊന്നൊരു പബ്ലിസിറ്റി ആക്കാന്നുള്ള ചിന്ത അല്ല അത്. അഴിമുഖം കടന്നിട്ടാണല്ലോ കോളേജിൽ പോയിരുന്നത്, ബോട്ടിലല്ലേ പോയിരുന്നത്? ആ ബോട്ടില്. അപ്പൊ ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ആ ബോട്ടില് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു, ആ ബോട്ടില് തല്ലുകൾ ഉണ്ടായിരുന്നു, ആ ബോട്ടിൽ സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു കഥ പിന്നെ ഞാൻ കണ്ടിട്ടില്ല സാറിന്റെ. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പൊ ഒരെണ്ണം ആലോചിക്കുന്നതിൽ ഒരു ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സംഭവം ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു പരിപാടി വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാല് ചില നമ്മളൊരു ദ്വീപിന്റെ കഥ പറയുമ്പോൾ ദ്വീപിൽ മാത്രം നിർത്തിക്കൊണ്ടുള്ള കഥ പറയുമ്പോഴാണ് ഇത് ആവശ്യമൊക്കെ വരുന്നത്. പക്ഷെ ഇപ്പൊ ഈ വേണമെങ്കിൽ ഈ ചോട്ടാ മുംബൈയിലൊക്കെ വേണമെങ്കിൽ ഒരു 1-2 സീനൊക്കെ വേണമെങ്കിൽ വല്ല ജങ്കാറൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ. പക്ഷെ അതിനുള്ള സന്ദർഭം നമ്മൾ ഇത് തന്നെ ചെയ്യണമെന്നും പറഞ്ഞല്ലോ ചിന്തിക്കാം. നമ്മൾ ആ കഥ പോകുന്ന വഴിയെ സഞ്ചരിക്കുമ്പോൾ ഒരു ബോട്ട് യാത്രയൊക്കെ അനിവാര്യമായിട്ട് വന്നാലേ അങ്ങനെ ചിന്തിക്കുള്ളൂ. പിന്നെ മൊത്തത്തിൽ ഒരു ദ്വീപിൽ നടക്കുന്ന ഒരു കഥ മനസ്സിലേക്ക് വരുമ്പോഴാണ് ആ ദ്വീപിലെ കഥാപാത്രങ്ങളും. അപ്പൊ എന്തായാലും ബോട്ട് അനിവാര്യമായിട്ടൊരു ബോട്ട് യാത്ര വരും ആ ദ്വീപ സമൂഹത്തിന്റെ പറയുമ്പോ. അല്ലാതെ വരുമ്പോഴേക്കും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും. ബോട്ട് യാത്രയും അതിലുണ്ടാവുന്ന ഇതൊക്കെ
ചിന്തിച്ചത്. ഇപ്പൊ ഒരു സംഭവം ആലോചിക്കുന്നതിൽ അതുണ്ട്. ഇഷ്ടപ്പെട്ട നിറം കടൽ നീലയാണ്, ഒക്കെ കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടിട്ടുണ്ട്. കടൽ എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജിയ, അത് ഒരു ഫീലാണല്ലോ നമുക്ക്. എപ്പോൾ ചെന്നിരുന്നാലും നമുക്ക് നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു നമ്മളുടെ മനസ്സ് ശാന്തമാക്കാനും പ്രക്ഷുബ്ധമാവുമ്പോഴും നമുക്ക് പോയിരിക്കാവുന്ന പ്രക്ഷുബ്ധമായപ്പോഴൊക്കെ പോയിരുന്നിട്ടുണ്ടോ? അല്ല, നമുക്കൊരു ശാന്തത വേണം. അല്ലെങ്കിൽ നമ്മൾ ആകെ ടെൻസ്ഡ് ആണെങ്കിലും നമുക്ക് ബീച്ചിൽ പോയിരുന്നാൽ ഒരു റിലീഫ് കിട്ടും. ഒരു മെഡിറ്റേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ മനസ്സ് പോലെ ചിലപ്പോൾ പ്രക്ഷുബ്ധമായിട്ട് കടലിൽ നിൽപ്പുണ്ടാവും. അപ്പം അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മനുഷ്യൻ്റെ അവസ്ഥയും കടലിൻ്റെ അവസ്ഥയും ഒക്കെ ഒരേപോലെ, മനുഷ്യൻ പ്രക്ഷുബ്ധമാകുന്ന പോലെ തന്നെ കടലും പ്രക്ഷുബ്ധമാകുന്നു. ചില നേരങ്ങളിൽ കടൽ ശാന്തമാകുന്നു എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെ വികാരങ്ങൾ പോലെ തന്നെയാണ്. എല്ലാം പ്രകൃതിയിലും ഉണ്ട് അത്തരം വികാരങ്ങൾ, ശാന്തതയും പ്രക്ഷുബ്ധതയും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിച്ച് നമുക്ക് കുറച്ചു നേരം കാറ്റുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം മറന്നിരിക്കാം. അപ്പം കടലെപ്പോഴും ഒരു ഫീലാണ് എനിക്ക്. അപ്പൊ ഇടയ്ക്കൊക്കെ കടപ്പുറത്ത് കേട്ടിട്ടുണ്ട് ഈ മീനില്ലാതെ ഊണ് കഴിക്കാൻ പറ്റില്ല. ഇതൊക്കെ എവിടെ മൊത്തം സ്റ്റഡി ചെയ്ത് വന്നേക്കെ അല്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് മീനില്ലാതെ എനിക്ക് ഊണ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് അതെന്താ ഒരാൾക്ക് എങ്ങനെ മീനില്ലാതെ ഊണ് കഴിക്കാൻ പറ്റാതിരിക്കും? ഇപ്പൊ ചില എന്തെങ്കിലും മതപരമായ സന്ദർഭങ്ങളുണ്ടോ? ഇപ്പൊ കടലിൽ എന്തെങ്കിലും ഒരു പൊല്യൂഷൻ സംഭവിച്ചു, അപ്പൊ കഴിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇത് എന്റെ മാത്രം കുഴപ്പമില്ല, ഈ ഏരിയയിലുള്ള എല്ലാവർക്കും മീനില്ലാതെ എന്തെങ്കിലും മീനുമായി ബന്ധപ്പെട്ടുള്ള ശീലങ്ങളുടെ ഭാഗം അത്രേ ഉള്ളൂ. നമ്മൾ കുഞ്ഞുനാളിൽ നമുക്ക് എന്ത് ഫുഡാണ് തന്ന് നമ്മൾ ശീലിപ്പിക്കുന്നത്, നമ്മുടെ നാക്കിന് രുചികരമായിട്ട് അന്ന് ഫീൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും ആഗ്രഹിക്കും. നമ്മൾ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരാളാണെങ്കിൽ എത്രയോ പേര് പച്ചക്കറി സദ്യ മാത്രം കഴിച്ച് ജീവിക്കുന്നവരുണ്ട്. നോൺ വെജ് കഴിക്കാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് മീൻ അറപ്പല്ലേ. പക്ഷെ നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഇവിടെ സുലഭമായി കിട്ടുന്ന പുഴമീനും കിട്ടും, കടൽ മീനൊക്കെ കിട്ടും. അപ്പൊ നമുക്ക് കുട്ടിക്കാലം തൊഴിൽ നമ്മൾ ചോറ് ഉരുട്ടി തരുമ്പോഴും മീനും ഒക്കെ കൂട്ടിയാണ് തന്നിരുന്നത്. അപ്പൊ ആ മീനിന്റെ രുചി നമുക്ക് കിട്ടി, നമ്മുടെ ടേസ്റ്റ് ബഡിൽ അതുണ്ട്. അപ്പൊ നമ്മൾ അതിനോട് നല്ല മീൻ കിട്ടിയാൽ കഴിക്കാന്ന് തോന്നും. മീനില്ലാത്തപ്പോഴും നമ്മൾ എത്രയോ പ്രാവശ്യം, പക്ഷെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മള് മീനില്ല. ഫുഡ് സീൻസ് എടുക്കുന്നതിലൊരു കൈയടക്കം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ മറ്റേ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ അത്രയും ഭക്ഷണം കഴിക്കുമ്പോ നമുക്കൊരു കൊതി വരും, ശരിക്കും അങ്ങനെ ഒരാൾ കഴിക്കുമോ എന്നുള്ളത്. ഇപ്പൊ തൊമനമക്കളില് വിഷം കലർത്തിയ ചോറാണ് കഴിക്കുന്നതെങ്കിൽ പോലും ആ കഴിക്കുന്ന ആൾക്കുണ്ടാവുന്ന എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് ശരിക്കും അയാൾ ചോറ് കഴിക്കുകയാണോ എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ട്. ഇപ്പൊ ചോട്ടമുംബൈയില് എല്ലാം അവസാനിപ്പിച്ചിട്ട് മീനില്ലാത്തോണ്ടൊരു സുഖമില്ല. ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സീൻസ് എഴുതുന്നതിലൊരു രസമുണ്ടോ? കുക്ക് ചെയ്യോ ശരിക്കും ജീവിതത്തില്? ഇല്ല, കുക്കൊന്നും ചെയ്യാറില്ല ഞാൻ. അതല്ല, നമ്മളുടെ ഒരു ഇപ്പൊ കൊച്ചി ഈ പറഞ്ഞ പോലെ വൈപ്പിൻ ഈ മേഖലയിലുള്ളവർക്ക് എന്ന് പറഞ്ഞാല് മീൻകറി ആയിരിക്കും മസ്റ്റ് മിക്കവാറും. കാരണം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ശീലത്തിന്റെ ഭാഗമായിട്ട് കൊച്ചിക്കാരായാലും നല്ല മീൻകറി. അത് ഇപ്പൊ പൊതുവെ നമ്മൾ ദൂരെ ചെല്ലുമ്പോൾ പറയും, ഓ നിങ്ങൾക്ക് പിന്നെ കൊച്ചിയിൽ നല്ല മീൻ കിട്ടുമല്ലോ എന്ന് പറയും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതെല്ലാം. അല്ലാണ്ട് നമ്മളിപ്പോ വേറെ ഒരു കൾച്ചറിലാണ് ജനിച്ചത്. മീനയില്ലല്ലോ. കല്യാണരാമല് മൊത്തം സദ്യയല്ലേ, നോൺ വെജ് ഇല്ലല്ലോ എന്നത്. അത് പിന്നെ കഥാപാത്രങ്ങൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ട് കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ അവരുടെ കൾച്ചർ വരും, അവരുടെ ഭക്ഷണം വരും, അവരുടെ വസ്ത്രം വരും, അവരുടെ ചിന്തകളും എല്ലാം വരും. എത്ര സമയം എടുക്കും? ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ചോട്ടമുംബൈ എന്ന് പറയുമ്പോൾ അറിയുന്ന ഒരു ഭൂമിക്കയാണ്. അപ്പൊ അതിലെ ഒരു കഥ എഴുതാൻ എത്ര ദിവസങ്ങൾ എടുക്കും? അങ്ങനെ ഒരു ടൈം ലിമിറ്റ് ഇല്ല. ചിലത് ചോട്ടമുംബൈ ഒരു 6 മാസമെങ്കിലും മിനിമം എടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഡിസ്കഷൻ തൊട്ട് സ്ക്രിപ്റ്റ് മാത്രമല്ല, എനിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ അധികം സമയം വേണ്ട. ഇത് ഒന്ന് ഉരുത്തിരിഞ്ഞ് നമ്മുടെ മനസ്സിലൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് സീൻ ഓർഡർ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു 10-15 ദിവസം കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റും. പേപ്പറിലേക്ക് എഴുതാൻ പേപ്പറിലേക്ക് എഴുതാൻ ഒരു 10 ദിവസമൊക്കെ മതി, 10-15 ദിവസം മതി ഓർഡർ ആയി കഴിഞ്ഞാൽ, മനസ്സിൽ വന്നു കഴിഞ്ഞാൽ. അത് ഞാൻ ഇരുന്നിരിപ്പിന് കുത്തിയിരുന്ന് എഴുതി അത് തീർത്ത് അതിൽ എനിക്ക് സമാധാനം വരുള്ളൂ. പക്ഷെ അതുവരെ സമയമെടുക്കും. നമുക്ക് എഴുതാനായിട്ടുള്ള ഒരു പരുവമായി എന്ന് തോന്നുന്നത് നല്ല സമയമെടുക്കും. അത് ചിലത് പെട്ടെന്ന് റെഡിയാവും, ചിലത് സമയമെടുക്കും. ഇത് ചോട്ടാമുംബൈ സമയമെടുത്തതിന്റെ കാര്യം ഈ കഥയില്ലായ്മ ഞാൻ പറഞ്ഞില്ല. കഥ വേണ്ട, കഥയിൽ ഡ്രാമ വേണ്ടെന്ന് പറയുമ്പോൾ സീനുകൾ. അപ്പോൾ ഈ ഒരു സീൻ എന്ന് പറഞ്ഞാല് ആ സീൻ പ്രേക്ഷകന്റെ ഏതെങ്കിലും വികാരത്തെ ഉണർത്തണം. ഒന്നിലും അവനെ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ ത്രില്ലടിപ്പിക്കണം, അല്ലെങ്കിൽ അവനെ അത്ഭുതപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ പേടിപ്പിക്കണം. ഈ എന്നാലേ ഇപ്പൊ ഹൊറർ പടമാണ് പേടിപ്പിക്കണം, മനസ്സിലായി.
ഇത് ഒരു വികാരങ്ങളെ ഉണർത്താതെ ഒരു സീൻ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ അങ്ങനെ 1-2 സീൻ പോകുമ്പോൾ ഭയങ്കര ലാഗട്ടാന്ന് പറയും. അതേസമയം ഒരു സീനിൽ 2 ചിരി കിട്ടിക്കഴിഞ്ഞാൽ ആ സീൻ നിൽക്കും. അപ്പൊ ഛോട്ടാ മുംബൈയില് നമ്മുടെ ലക്ഷ്യം ചിരിപ്പിക്കുക. ആ സീനിൽ ചിരിച്ചില്ലെങ്കിൽ ആ സീനൊക്കെ വലിയും. അപ്പൊ അതിനുള്ള ചിന്തകളും തീവ്ര ശ്രമങ്ങളും വേണം. കൗണ്ടർ കറക്റ്റ് ഡയലോഗുകൾ തന്നെ. ഇപ്പൊ മനുഷ്യരെ ചിരിപ്പിക്കാനാണ് ഏറ്റവും പാട്. ചിരിച്ചില്ലെങ്കിൽ എന്ത് വളിപ്പാണെന്ന് പറഞ്ഞ് നേരെ കുറ്റം പറയും. സെന്റിമെന്റ്സ് എഴുതാൻ എളുപ്പം നോക്ക്. ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നോക്ക്. ട്രാജഡി വർക്ക് ആയില്ലെങ്കിൽ പിന്നെയും ട്രാജഡി ആണെന്ന് പറയും. കോമഡി വർക്ക് ആയാലും അപ്പൊ അന്ന് ഈ അതിപ്പോ എഴുതുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. കോമഡി എഴുതാനാണ് പാടുന്നത് എല്ലാ എഴുത്തുകാരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ കോമഡി എഴുതുന്നവർക്ക് വിലയുമില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പല ഇന്റർവ്യൂവിലും പല ആൾക്കാരും ആ ഡയലോഗിന് എന്തൊരു ശരിയാണ്, ആ ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് നടന്മാര് സ്വന്തം കയ്യിൽ നിന്ന് പറഞ്ഞ പോലെയാണ് എല്ലാവരും പറയുന്നത്. മനസ്സിലായില്ലേ? അത് എഴുതിയ ഒരാളുണ്ടെന്ന് പോലും ചിലപ്പോൾ വിസ്മരിച്ചു പോകും. അത് എഴുത്തുകാരന് എപ്പോഴും കിട്ടുന്ന ഒരു ശാപമാണത്. ഇപ്പൊ ദിലീപ് സിനിമകളിലൊക്കെ ഞങ്ങളുടെ ഒരു ധാരണ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഇപ്പൊ സാധാരണ സിനിമ കാണുമ്പോൾ എന്റെ വിചാരം കല്യാണരാമനിലെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദിലീപ് ചെയ്യാണ്. കാരണം അത് കഥാപാത്രം ഏറ്റെടുക്കുക, കഥാപാത്രം പറയുന്നതായിട്ട് അങ്ങോട്ട് ജനത്തിന് പറയുന്നതൊക്കെ സലീം കുമാർ പറയാണ്. ഈ ഇവരെന്താ വേറൊരു പടത്തിൽ ഇത് പറയാത്തതെന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ ഇവർ അഭിനയിക്കുന്ന എല്ലാ പടത്തിലും പറഞ്ഞിട്ടില്ലേ എനിക്ക് വൃത്തിയായി അറിയാവുന്ന ഒരു പണി ഇതാണ്, ദയവ് സഹായിക്കല്ലേ. ഇംപ്രൂവൈസ് ചെയ്യും. അത് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഒരു കണ്ടന്റ് ഹ്യൂമർ തന്നെയാണെങ്കിൽ അതിന്റെ അഡീഷണൽ തുമ്പും പാലും ചിലപ്പോൾ അഡീഷണൽ ഡയലോഗ് പറയും. നല്ലതാണെങ്കിൽ നമ്മൾ ചാടി വീണ്ടാകൊള്ള പറഞ്ഞു എന്ന് പറയും. ഞാൻ ത്രൂ ഔട്ട് ലൊക്കേഷനിൽ നിൽക്കുന്ന റൈറ്ററാണ്. ഞാൻ ഷൂട്ടിംഗ് തീർന്ന് പാക്കപ്പായി ഡബ് ചെയ്യാനിരിക്കുന്നത് ഞാനാണ്. ഡബ് ചെയ്യാനിരിക്കുമ്പോഴും നമ്മൾ അവിടെ ചിലപ്പോൾ ഇന്നത് പറയാം ഇങ്ങനെ പറയാം എന്നൊക്കെ പറഞ്ഞു. ഞാനില്ലെങ്കിലും എന്നെ ഫോൺ വിളിച്ച് വരെ ചോദിച്ചിട്ടുണ്ട് സുരാജ്. വേറെ പടത്തിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ട്, അവിടെ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും. അപ്പോൾ എനിക്ക് എന്നാലും തൃപ്തി വരുള്ളൂ. ആ ഡബ്ബിങ് കൂടി കഴിഞ്ഞ് അത് നന്നായിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച പോലെ ട്രെൻഡും കാര്യം. അപ്പോൾ ഡയറക്ടർ എന്നെ ഏൽപ്പിക്കും. കാരണം ഡയറക്ടർ പാരലായിട്ട് എഡിറ്റിങ്ങിന് പോകും ആ സമയത്ത്. ഇപ്പോൾ ഷാഫി ആണെങ്കിൽ ഇപ്പം ഞാനിരിക്കുകയാണെങ്കിൽ ഷാഫിക്ക് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഷാഫി പറയും ഞാൻ എഡിറ്റിങ്ങിന് ചേട്ടൻ ഡബ് ചെയ്തോട്ടാ എന്ന് പറയും. ഡബിങ് എന്ന് പറഞ്ഞാൽ കുത്തിയിരുന്നിട്ട് കാലത്തോട്ട് രാത്രി വരെ പലരെ ഇങ്ങനെ മാറി 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 ചെയ്യണമല്ല. അപ്പം അതൊരു നമ്മുടെ വർക്കായതുകൊണ്ട് നമുക്കതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മൾ ചെയ്യും. അപ്പോഴും ഈ നമ്മൾ പറയുന്ന ചില പാസിങ്ങിൽ ഇങ്ങനെ പറ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കോൺട്രിബ്യൂഷനിലാവും. അഡീഷണൽ ആയിട്ട് പറയുന്നവരുണ്ട്. ഇപ്പൊ സലീംകുമാറൊക്കെ ദിലീപും പറയാറുണ്ട്, ഹരിശ്രീ അശോകൻ, അങ്ങനെ ഈ കോമഡി ചെയ്യുന്നവരൊക്കെ. പക്ഷെ ഈ നിലവിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനെ അഴിച്ചുവിട്ടു എന്ന് പറയുമ്പോഴും ചരട് എഴുത്തുകാരുടെ ഇവർക്ക് ആ സീനേ അറിയുള്ളൂ. ഇനി അത് കഴിഞ്ഞ് 10 സീൻ കഴിഞ്ഞിട്ടുള്ള സീൻ ഇവർക്ക് അറിയില്ല. ഒരു അഡീഷണൽ ഡയലോഗ് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി വരുന്ന 25ാമത്തെ സീനിൽ അവിടുത്തെ കണ്ടന്റിനെ ബാധിക്കുന്ന ഒരു കാര്യം ഓപ്പൺ ആയി പോകും. അപ്പൊ അത് പറഞ്ഞത് കുഴപ്പമാവും. അപ്പൊ നമ്മളുണ്ടെങ്കിൽ നമുക്കറിയാം, ഡയറക്ടർക്ക് അറിയാൻ പറ്റും. ഡയറക്ടർ ചിലപ്പോൾ ഷോർട്ടൊക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഡയലോഗിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അവിടെ പറഞ്ഞു പോകുന്ന വിചാരിക്കും, പിന്നെ എഡിറ്റിംഗ് കളയാന്ന് വിചാരിക്കും. ഈ ഛോട്ടാ മുംബൈയുടെ കാര്യത്തിലല്ല പറഞ്ഞ മൊത്തത്തിലാണ്. അപ്പൊ ഇവര് കാണാവണമെന്നൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടപെട്ടിട്ട് പറയും അത് വേണ്ട, അത് പറഞ്ഞാൽ അവിടെ കുഴപ്പവും, ഇത് ഓക്കെ ഇന്നതും കൂടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ കാട് കയറും. 2 കൊമേഡിയന്മാര് ഒപ്പം ഉണ്ടെങ്കിൽ ഇയാളൊന്ന് പറഞ്ഞാൽ അതിനെ ബെറ്റർ അപ്പുറം പറയാൻ ശ്രമിക്കും. പറഞ്ഞ് ചളവാവും സീൻ. അപ്പൊ ആ സീന്റെ വൃത്തി പോവും മൊത്തം. അതാണ് ചില പടങ്ങളിൽ ഈ ചളം വന്ന് കയറുന്നില്ലേ, അത് എഴുത്തുകാരൻ ചിലപ്പോൾ ഇതെന്താണ് അത് കൗണ്ടർ പറഞ്ഞ് പഞ്ചില്ലാത്ത കൗണ്ടറുകൾ പറയുമ്പോൾ മറ്റാൾ വേറെ പറഞ്ഞതൊക്കെ പറയുമ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോകും. ഇത് എഴുത്തുകാരന്റെ തലയിൽ വരും. ക്രെഡിറ്റ് മറ്റേ ചിരി കിട്ടുന്ന അവര് കൊണ്ടുപോവുകയും ചെയ്യും, അത് നമ്മൾ കയ്യിൽ നിന്നിട്ടെന്ന് പറയുകയും ചെയ്യും.